ഇന്ന് വേൾഡ് സ്വോളോയിങ് ഡേ ആണ്. വേൾഡ് ഹിയറിംഗ് ഡേ, വേൾഡ് ഡയബറ്റിക് ഡേ, വേൾഡ് കിഡ്നി ഡേ, വേൾഡ് ഹാർട്ട് ഡേ, അങ്ങനെ ഒട്ടനവധി ഡേയ്സിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും. പക്ഷെ വേൾഡ് സ്വോളോയിങ് ഡേ എന്ന് ആദ്യമായിരിക്കുമല്ലേ കേൾക്കുന്നത്. ഈ ഭക്ഷണം ഇറക്കുന്നതിനും ഒരു ദിവസമോ എന്നായിരിക്കില്ലേ നിങ്ങൾ കരുതുന്നുണ്ടാവുക. ആക്ച്വലി ഭക്ഷണം ഇറക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയല്ലേ. നമ്മൾ വായിടുന്നു, ചവയ്ക്കുന്നു, അങ്ങോട്ട് ഇറക്കുന്നു. എന്നാൽ ഇതത്ര സിമ്പിളല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം ഇറക്കാനായിട്ട് തന്നെ 35 ജോഡിയോളം മസിൽസും അതിനെ സപ്ലൈ ചെയ്യുന്ന നെർവ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഭക്ഷണം ഇറക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഭക്ഷണം ഇറക്കിയാൽ മാത്രം പോരല്ലോ, ഭക്ഷണം കഴിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ അന്നനാളത്തിലേക്ക് തന്നെ എത്തണ്ടേ. അതിന് പകരം ശ്വാസനാളത്തിലേക്ക് എത്തിയാൽ എന്ത് പറ്റും? അത് ശ്വാസനാളത്തിൽ ഇൻഫെക്ഷനായിട്ട് അതിനെ ന്യൂമോണിയ എന്ന് പറയും. അങ്ങനെ ഒരു സംഭവമായി മാറും. അപ്പോൾ അത് സംഭവിക്കാനും പാടില്ല. കൃത്യമായിട്ട് ഭക്ഷണം അന്നനാളത്തിൽ കൂടെ നമ്മുടെ വയറിലോട്ട് എത്തുകയും വേണം. അത് കൃത്യമായിട്ട് സംഭവിക്കണമെങ്കിൽ ഈ പ്രക്രിയ പ്രോപ്പറായിട്ട് നടക്കണം. അപ്പോൾ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് എന്ത് തന്നെയാണെങ്കിലും അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഒരു ENT സർജനെ കാണണം. അത് പ്രോപ്പറായിട്ട് ഫീസ് ഫ്ലൂറോസ്കോപ്പി ഒക്കെ ചെയ്ത് ഇവാലുവേഷൻ നടത്തുന്ന സെൻറ്റർ, പ്രിഫറബിളി അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ലെറിങ്കോളജിസ്റ്റും ഒരു സ്വോളോയിങ് പത്തോളജിസ്റ്റും ഒക്കെയുള്ള ഒരു സെൻറ്ററിൽ പോയിട്ട് വേണം ഇതിനെ ട്രീറ്റ് ചെയ്യാൻ. പല കാരണങ്ങൾ കൊണ്ട് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് വരാം. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ